സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുകുമാരിയമ്മ അവിടെ നിന്നിരുന്ന റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റിനോട് ചോദിക്കണേ, സാറൊരു വലിയ പൊസിഷനിലുള്ള ഒരാളല്ലേ, സാർ തന്നെ പറ, ഈ എൻ്റെ പ്രിയങ്കമോളോട് ഇവരെല്ലാവരും കൂടി കാണിക്കുന്നത് അനീതിയല്ലേ? അവൾക്ക് ഈ വീട്ടിൽ നിൽക്കാൻ അവകാശമില്ലേ? സാർ അവകാശമില്ല എന്ന് പറയുവാണെങ്കിൽ ആ നിമിഷം തന്നെ ഞാനിത് പ്രിയങ്കമോളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകും. അതല്ല, അവകാശമുണ്ടെങ്കിൽ അവൾ ഈ കുടുംബത്തിൽ നിൽക്കുക തന്നെ ചെയ്യും. അതിന് ആരെതിർത്താലും ശരി. അന്നേരം ആ പ്രസിഡൻറ്റ് പരമേശ്വരനോട് പറയണേ, സാറേ എന്താ ഇതൊക്കെ നിങ്ങളുടെ കുടുംബ പ്രശ്നമോ? ഏതാന്ന് വെച്ചാൽ കൃത്യമായിട്ട് കണ്ടറിഞ്ഞ നീതിയോടുള്ള ഒരു പരിഹാരം നടത്താൻ നോക്കും. അതെ, തൽക്കാലം ഇതിപ്പോൾ ഇവരുടെ കുടുംബ പ്രശ്നമായിട്ട് മാത്രം നമുക്ക് ഒതുക്കിവിടാം. ഇനിയും പ്രശ്നം രൂക്ഷമാകുവാണെങ്കിൽ നമുക്കപ്പോൾ എന്ത് നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്ന് ആലോചിക്കാം. തൽക്കാലം നമുക്കെല്ലാവർക്കും പിരിഞ്ഞു പോകാം. അങ്ങനെ പറഞ്ഞ് അവരെല്ലാവരും അവിടെ നിന്നും പോകുവാണ്. ഈ സമയം എല്ലാവർക്കും മുമ്പിൽ നാണം കേട്ട് അപമാനത്തിനായി തലയും താഴ്ത്തി നിൽക്കുവാണ്ടോ പരമേശ്വരനും കുടുംബമൊക്കെ. അതുകൊണ്ട് സന്തോഷിക്കുകയാണ് മുത്തശ്ശി പറഞ്ഞ്, വല്ല കാര്യം ഉണ്ടായിരുന്നോ? വെറുതെ എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചല്ലേ? ഇപ്പോൾ നാട്ടുകാരുടെ മുമ്പിൽ തലയും താഴ്ത്തി നാണം കേട്ട് നിൽക്കേണ്ടി വന്നില്ലേ? പ്രിയങ്കമോളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാതിരുന്നാൽ പോരായിരുന്നോ? അവളിവിടുന്ന് ഇറക്കി വിടാൻ നോക്കിയത് കൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ പ്രതികരിക്കേണ്ടി വന്നത്. ഈ സുകുമാരിയുടെ മുമ്പിൽ ആര് രാജാവ് കളിച്ചാലും അവരെല്ലാവരും ഇതുപോലെ വരച്ച വരയെ നിർത്താൻ ഈ സുകുമാരിക്കറിയാം. അതിപ്പം നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാവല്ലോ. ഇനി ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടായാൽ ഇതിലും വലിയ കാര്യങ്ങളായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. മോൾ പേടിക്കണ്ട, മോൾ ഇവിടെ തന്നെ നിന്നോ. അങ്ങനെ പറഞ്ഞ സുകുമാരിയമ്മ അകത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോയിൽ കയറി അവിടെ നിന്നും പോകുവാണ്. ഈ സമയം പരമേശ്വരൻ്റെ അരികിലേക്ക് ദേവനാരായണൻ സങ്കടത്തോടെ വരുവാണ്. സാറേ, അമ്മ കാണിച്ചു മുട്ടിയതിനൊക്കെ ഞാൻ സാറിൻ്റെ കാലിൽ വീണ് മാപ്പ് പറയുവാണ്. പൊറുക്കണം, എനിക്കെൻ്റെ അമ്മയെ തടഞ്ഞു നിർത്താനായില്ല. ഈ സമയം പരമേശ്വരനാണെങ്കിൽ ഒന്നും പറയാതെ അകത്തേക്ക് കയറി പോകുവാണ്. പിന്നാലെ പത്മിനിയും ചെല്ലുവാണ് കേട്ടോ. അന്നേരം മുത്തശ്ശി ദേവനാരായണനോട് പറയണേണ്, എന്താണെങ്കിലും കുടുംബത്തിൻ്റെ ആൾബലം തെളിയിച്ച് തന്നല്ലോ തിരുമേനി. സന്തോഷമായി. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശിയും അകത്തേക്ക് കയറി പോകുവാണ്. ഈ സമയം പോവല്ലേ, ഞാനും വരുന്നമ്മേ എന്നും പറഞ്ഞ് പ്രിയങ്കയും തുള്ളിക്കളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം ദേവനും യശോദയും സങ്കടത്തോടെ അവിടെ നിന്നും തിരിച്ചു പോരുവാണ്. പിന്നീട് കാണിക്കുന്നത് വരുണിൻ്റെ അധികം ACP ഓഫീസിൽ പോലീസിനെ കാണാനായിട്ട് തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ രണ്ടാളെയും കാണുന്നതും ACP അകത്തേക്ക് വിളിച്ചിരുത്തി സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ നിങ്ങൾ ഒത്തിരി സന്തോഷത്തോടെ നടത്താനിരുന്ന യാത്ര അവസാനം ഇങ്ങനെയൊക്കെ മാറിയല്ലേ? ശ്യാമ മാഡം 1-2 തവണ വിളിച്ചിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾ താമസിച്ചിരുന്ന റിസോർട്ടിൽ നിന്നും ഉണ്ടായ സംഭവങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചിട്ടുണ്ട്. അവരുടെ അതെല്ലാം ഫോർവേഡ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത്. അല്ല, അതിരിക്കട്ടെ, നിങ്ങളിങ്ങനെ കൊന്ന് പകവീട്ടാൻ മാത്രം ഇത്രയും വലിയ ശത്രുക്കളെ നിങ്ങൾക്കിത് എവിടെ നിന്നാണ്? ബിസിനസ്സിലെ മറ്റ് ശത്രുക്കളോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ അകത്തുള്ള വല്ല ശത്രുക്കളാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അന്നേരം പറയണേ, അങ്ങനെ ബിസിനസ്സിൽ എനിക്ക് അത്ര വലിയ ശത്രുക്കളൊന്നുമില്ല. ഇതുപോലെ കൊല്ലാൻ മാത്രമുള്ള ശത്രുക്കളൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ കുടുംബത്തിലാണെങ്കിലും കൊച്ചു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അതും ഇതുപോലെ കൊലപാതക ശ്രമത്തിലേക്ക് എത്തിച്ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രാധികയെ കൊല്ലാൻ നോക്കുന്ന തരത്തിൽ ആരെങ്കിലും ഉണ്ടെന്ന് രാധികയ്ക്ക് സംശയമുണ്ടോ? എനിക്കും അങ്ങനെ അത്ര ശത്രുക്കളൊന്നും ആരുമില്ല. പിന്നെ പറഞ്ഞതുപോലെ കുടുംബത്തിലെ ചില കൊച്ചു പ്രശ്നങ്ങൾ അതിപ്പോൾ എല്ലാ കുടുംബത്തിലും ഉണ്ടാകുന്നതല്ലേ. ഓക്കെ, നിങ്ങളുടെ യാത്രയിൽ എന്തെങ്കിലും സംശയിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളോ സംശയം തോന്നുന്ന രീതിയിലുള്ള ആളുകളെയോ നിങ്ങൾ കണ്ടിരുന്നോ? അങ്ങനെ ആരെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? അന്നേരം രാധിക പറയണേ, സാർ, ഞങ്ങളിവിടുന്ന് യാത്ര പുറപ്പെട്ട് കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ഒരു വണ്ടി ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ നേരം വണ്ടി ഞങ്ങളെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴോ അത് ദിശ മാറിപ്പോയി. അന്നേരം വരണം പറയുന്നുണ്ട്, അതെ സാർ, ഞാൻ വണ്ടിയുടെ വേഗത കൂട്ടുമ്പോൾ ആ വണ്ടിയും വേഗത കൂട്ടും, ഞാൻ നിർത്തിയിട്ട് ആ വണ്ടിയും നിർത്തിയിടും. അങ്ങനെ എനിക്ക് ഭയങ്കര സംശയം തോന്നിയൊരു സംഭവമായിരുന്നത്. പിന്നെ അവർ റൂട്ട് മാറ്റിപ്പോയതോടെ ഞങ്ങൾ ആ സംശയം അങ്ങ് വിട്ടു. പിന്നീട് റിസോർട്ടിൽ ചെന്ന് അവിടെ ഉണ്ടായ സംഭവങ്ങളും അതെല്ലാം കൂടി കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇതെല്ലാം ഒരു ഗ്രൂപ്പ് ഞങ്ങൾ തന്നെ ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അന്നേരം പോലീസ് പറയണേ, ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലേ? എന്നിട്ടെന്താ വരുൺ അയാളെ ആരാണെന്ന് നോക്കാഞ്ഞത്? ആ വണ്ടി തടഞ്ഞു നിർത്താഞ്ഞത് എന്താണ്? അന്നേരം വരുൺ പറയണേ, അത് പിന്നെ സാർ, ഇപ്പോൾ ഇതുപോലെ മയക്കുമരുന്ന് മറ്റും അടിമകളായിട്ട് നടക്കുന്ന കുറേ പിള്ളേരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വല്ല ഗ്യാങ് ആയിരിക്കും അതെന്ന് വിചാരിച്ചു. അതാ ഞങ്ങൾ പിന്നെ അതിനത്ര വലിയ ശ്രദ്ധ കൊടുക്കാതെ പോയത്. എനിവേ, എന്നാണെങ്കിലും നിങ്ങളുടെ കേസ് ഞാൻ വ്യക്തമായിട്ട് തന്നെ നോക്കാം. അവിടുത്തെ സ്റ്റേഷനിൽ നിന്നുള്ള റിപ്പോർട്ട് കൂടി വന്നോട്ടെ. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ആളുകളെ കണ്ടെത്താം. എന്നാണെങ്കിലും ശ്യാമ മാഡം നേരിട്ട് വിളിച്ചു പറഞ്ഞ കാര്യമല്ലേ, ഞങ്ങൾക്കിത് അങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ലല്ലോ. അന്നേരം രാധിക പറയുന്നുണ്ട്, സാർ, എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് കണ്ടെത്തണം. വരുണിന് ഇതുപോലെ കുറേ യാത്രകളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ആളാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മറിഞ്ഞിരിക്കുന്ന ശത്രുവിനെ എത്രയും പെട്ടെന്ന് തന്നെ പുറത്ത് കൊണ്ടുവന്നേ പറ്റുള്ളൂ. നിങ്ങൾ ധൈര്യമായിരുന്നോ? ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഡീറ്റെയിൽസ് കിട്ടിയാൽ നിങ്ങൾക്ക് ഒന്നുകൂടി വരേണ്ടി വരും.
അതിനെന്താ സാർ, എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ വരാൻ തയ്യാറാ. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും അവിടെ നിന്നും പോകുവാണ്. ഈ സമയം പുറത്തെത്തി രാധിക വരുണിനോട് ചോദിക്കണേ, വരുൺ, ആ ACP പറഞ്ഞല്ലോ ശ്യാമ മാഡം 2-3 തവണ വിളിച്ചു എന്ന്, അതെന്തിനായിരിക്കും? എടോ, ശ്യാമ മാഡത്തിൻ്റെ അതേ ശബ്ദത്തിൽ പാടുന്ന ആളല്ലേ താൻ. അപ്പോൾ തനിക്കൊരു പ്രശ്നം വന്നു എന്നറിഞ്ഞാൽ ശ്യാമ മാഡം വിളിക്കില്ലേ? അത് മാത്രമാണോ? ഫിദ മാഡം ശ്യാമ മാഡത്തോട് പറഞ്ഞു കാണും. ഫിദ മാഡത്തിൻ്റെ ഫ്രണ്ടാണല്ലോ ശ്യാമ മാഡം. പക്ഷെ എന്നാലും എനിക്ക് വേണ്ടി അങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്യുമോ? അന്നേരം വരണം പറയണേ, എടോ, ശ്യാമ മാഡത്തിന് അങ്ങനെ വിളിക്കാതിരിക്കാൻ പറ്റില്ല. അതെന്താ കാരണം? അതൊക്കെ തനിക്ക് വഴിയേ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. തൽക്കാലം താനിപ്പോൾ വാ. അങ്ങനെ വരുണിൻ്റെ രാധിക അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ACP അവിടുത്തെ ഒരു കോൺസ്റ്റബിളിനെ വിളിച്ച് പറയണേ, അതെ, വരുണിനെയും രാധികേനെയും ഫോളോ ചെയ്തു എന്ന് പറഞ്ഞാൽ ആ വാഹനം ഉണ്ടല്ലോ, അത് ആരുടേതാണെന്ന് ഉടനെ കണ്ടെത്തണം. ഇത് വളരെ കോൺഫിഡൻഷ്യലായിട്ട് ഡീൽ ചെയ്യേണ്ട കാര്യമോ? എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് പുറകിൽ പ്രവർത്തിച്ചവരെ നമുക്ക് കണ്ടുപിടിക്കണം. ആദ്യമായിട്ട് വരുണിൻ്റെ രാധിക പോയ ആ റൂട്ട് മാപ്പ് നിങ്ങൾ എടുക്കണം. അവരെ ഫോളോ ചെയ്ത് ആ വണ്ടി ഏതെങ്കിലും ഒരു CCTV പെടാതിരിക്കില്ല. അതിൽ വണ്ടി നമ്പർ വെച്ച് ആർച്ച് ഓണർ നമുക്ക് കണ്ടുപിടിക്കാം. പിന്നീട് കാണിക്കുന്നത് ഇതേ സമയം തന്നെ ബെഞ്ചമിൻ അവിടെ ജീപ്പിൽ ഒട്ടിച്ചിരുന്ന ആ ഒരു കള്ള നമ്പർ ഉണ്ടല്ലോ, അതെടുത്ത് മാറ്റി യഥാർത്ഥ നമ്പർ വെക്കുന്നതാണ്. പിന്നീട് ആറ്റുവശയിലെടുത്ത് തിരിച്ചെത്തുന്ന ദേവനെ യശോദനെയാണ് കാണിക്കുന്നത്. അങ്ങനെ അവർ നേരെ അകത്തേക്ക് കയറി ചെല്ലുവാണ്. ഈ സമയം സുകുമാരി അമ്മ അവിടെ ഇരിക്കുമായിരിക്കും. അമ്മയ്ക്കിപ്പോൾ സമാധാനം സന്തോഷമല്ലോ. ആറ്റുവശ്ശേരിയിലെയും കണിമംഗലത്തെയും എല്ലാവരുടെയും അന്തസ്സ് കളഞ്ഞു പൊളിച്ചപ്പോൾ അമ്മയ്ക്കിപ്പോൾ തൃപ്തിയായി കാണും അല്ലേ? കണിമംഗലത്തുള്ളവരുടെ മുമ്പിൽ ഇനി ഞാൻ എങ്ങനെ നോക്കും? അത്രയും വലിയ ദ്രോഹമല്ലേ അമ്മ അവരോട് ചെയ്തത്? അന്നേരം മുത്തശ്വരനെ, എടാ, ഞാനവിടെ അത്രയും പേരുടെ മുമ്പിൽ വിളിച്ചു കൂട്ടി പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യമല്ലാത്ത കാര്യമുണ്ടോ? എല്ലാം കാര്യമുള്ള കാര്യം തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പോഴും പ്രിയങ്കമോള് വരുണിൻ്റെ ഭാര്യ തന്നെയാണ്. നിങ്ങളൊക്കെ അവളെ തള്ളിക്കളഞ്ഞു എന്ന് വരും. എന്നിട്ട് എവിടെ നിന്നോ കയറി വന്ന ഒരു അനാഥ പെണ്ണിനെ എടുത്ത് തലയിൽ വെച്ച് നടക്കും. എന്നാലേ ഈ സുകുമാരിക്ക് അതിന് പറ്റില്ല. എൻ്റെ കുഞ്ഞിനെ ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ശരി, ഞാൻ അവളെ ചേർത്ത് പിടിച്ചിരിക്കും. അവൾ ജീവിക്കേണ്ടത് കണിമംഗലത്ത് തന്നെയാണ്. വരുണിനെ കൊണ്ട് രാധികയുടെ കഴുത്തി താലി കെട്ടിക്കാൻ പോയപ്പോൾ ഞാൻ 100 വട്ടം നിന്നോടൊക്കെ പറഞ്ഞതല്ലേ എൻ്റെ പ്രിയങ്കമോള് മരിച്ചിട്ടില്ലെന്ന്. അപ്പോൾ നീയൊക്കെ അത് കേട്ടില്ല. എന്നെ ഭ്രാന്തിയാക്കാൻ നോക്കി. അവസാനം എന്നെ ഭ്രാന്തിയാക്കാൻ നോക്കിയിട്ട് എന്തായി? പ്രിയങ്കമോള് തിരിച്ചു വന്നത് കണ്ടില്ലേ? അവളിപ്പോൾ കണിമംഗലം വരെ എത്തി. ഇനി നീയൊക്കെ നോക്കിക്കോ. ഇനി അവളെ വരുണിൻ്റെ ഭാര്യയായിട്ട് അവിടെ തന്നെ ജീവിക്കും. ആർക്കും അവളെ എവിടേക്കും ഇറക്കി വിടാൻ പറ്റില്ല. അങ്ങനെ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് സുകുമാരിക്കറിയാം. നീയൊക്കെ സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ നോക്കാതെ എവിടെ നിന്നോ തെരുവിൽ വലിച്ചെറിയപ്പെട്ട ആ രാധികനെയും തലയിലെടുത്ത് വെച്ച് നടന്നോ. പക്ഷെ ഞാൻ എന്നും എൻ്റെ കൊച്ചുമോൾക്കൊപ്പം നിൽക്കുകയുള്ളൂ. അവളെ ഞാൻ കണിമംഗലം തന്നെ ജീവിപ്പിക്കും. വരുണിൻ്റെ ഭാര്യയായിട്ട് അവൾ ജീവിക്കുക തന്നെ ചെയ്യും. മുത്തശ്ശിയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വന്ന ദേവൻ മുത്തശ്ശീനെ തല്ലാനായിട്ട് കൈയോങ്ങുവാണ്. ആ കാഴ്ച കണ്ട് യശോദയും മുത്തശ്ശിയൊക്കെ അങ്ങ് ഞെട്ടി നിൽക്കുവാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ദേവൻ കൈ ഇങ്ങനെ പിൻവാങ്ങുവാണ്ടോ. അതുകൊണ്ട് മുത്തശ്ശി ചോദിക്കണേ, എന്താടാ, നിനക്ക് അത്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ടോ? എന്നെ തല്ലാൻ തോന്നുന്നുണ്ടോ? പിന്നെ എന്തിനാണ് നിർത്തിയത്? തല്ലായിരുന്നില്ലേ നിനക്ക്? എന്നിട്ട് ദേവൻ്റെ കൈകൾ രണ്ടും എടുത്ത് മുത്തശ്ശി തന്നെ എടുത്ത് കഴുത്തിലേക്ക് വെക്കുക. നീ എന്നെ കൊല്ലും. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ സുകുമാരിയമ്മ നടത്തിയിരിക്കും. രാധികയെ നീയൊക്കെ കൂടി തെരുവിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നപ്പോൾ തന്നെ ഞാൻ എന്തെങ്കിലും വിഷം കൊടുത്തോ മറ്റോ കൊന്നുകളയാൻ പറഞ്ഞതല്ലേ? അപ്പോൾ അത് കേട്ടില്ല. ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല. സ്നേഹത്തെ വിളിച്ചു വരുത്തി അവൾക്ക് എന്തെങ്കിലും വിഷം കലർത്തി കൊടുക്കും. അവളെ അങ്ങ് കൊല്ലാൻ നോക്ക്. അന്നേരം ദേവൻ പറഞ്ഞേ, അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? യശോദേ, താനിങ്ങി പോര്. എല്ലാവരെയും കൂടി കൊല്ലാൻ തീരുമാനിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് യശോദ ദേവനും അവിടെ നിന്നും പോകുവാണ്. ഈ സമയം സുകുമാരിയമ്മ ചിരിച്ചുകൊണ്ട് പറയണേ, എല്ലാവരെയും ഒന്നും കൊല്ലുകയില്ലടാ, പക്ഷേ കൊല്ലേണ്ടവരെ തിരഞ്ഞു പിടിച്ച് കൊന്നിരിക്കും. പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്ത് നടന്ന സംഭവങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പരമേശ്വരനെയും പത്മിനിനെയും മുത്തശ്ശീനെയുമാണ്. അന്നേരം പരമേശ്വരൻ പറയണേ, ഇത്ര നാൾ നമ്മുടെ കുടുംബത്തിനുണ്ടായ എല്ലാ അന്തസ്സുമല്ലേ ആ സുകുമാരിയമ്മ ഇന്നത്തോടെ കളഞ്ഞു കുളിച്ചത്. ചന്ദ്രശേഖരൻ ജയിലിലായപ്പോൾ പോലും ആൾക്കാർ നമ്മളോട് നേരിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അവർ തമ്മിൽ അടക്കി എന്തൊക്കെയോ പറയുന്നത് മാത്രമേ ഉണ്ടായുള്ളൂ. എന്നാൽ ഇതിപ്പോൾ അങ്ങനെയാണോ? ആൾക്കാർ നമുക്ക് നേരെ ചോദ്യങ്ങളിൽ ഉന്നയിക്കാൻ തുടങ്ങിയത്. അന്നേരം മുത്തശ്ശിയും പറയുന്നുണ്ട്, കൊലപാതക ശ്രമമോ മോഷണ ശ്രമമോ ഒക്കെ ഒരു വീട്ടിൽ നടന്നു കഴിഞ്ഞാൽ അതൊന്നും അത്ര വലിയ ചർച്ചയില്ല. പക്ഷേ പെണ്ണ് കേസ് എന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും ചർച്ച ചെയ്യാൻ ഇഷ്ടമുള്ള വിഷയമാണ്. എല്ലാവരും വീട്ടുകളിലിരുന്ന് ഇതിനെക്കുറിച്ചായിരിക്കും ഇപ്പോൾ ചർച്ച. വരുണിന് 2 ഭാര്യമാരുണ്ടെന്നല്ലേ ഇപ്പോൾ പറഞ്ഞു നടക്കുന്നത്. അത് വരുണിന് തന്നെയല്ലേ ചീത്ത പേര്. എത്രയും പെട്ടെന്ന് ഇത് പരിഹരിച്ചേ പറ്റൂ. കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ കൂടുതൽ വഷളായിരിക്കുവാണ്. അന്നേരം പത്മിനി പറയുന്നുണ്ട്, എന്താണെങ്കിലും അവിടെ ആറ്റുവാശ്ശേരിയിൽ നിന്ന് ദേവനും യശോദയൊക്കെ നമ്മുടെ പക്ഷത്താണ്. പിന്നെ ആ സുകുമാരിയമ്മ അവരെല്ലാ പ്രശ്നത്തിനും കാരണം. അവർ ആണെങ്കിൽ കുറച്ച് ആർത്തിയുള്ള കൂട്ടത്തിലാണ്. നമുക്ക് പൈസ വല്ലതും കൊടുത്ത് അവരെ പറഞ്ഞൊന്ന് സമാധാനിപ്പിച്ചാലോ? അന്നേരം മുത്തശ്ശി പറയണേ, പത്മിനി എന്തൊക്കെയാണ് പറയുന്നത്? സുകുമാരിയമ്മക്ക് കൈക്കൂലി കൊടുക്കാനോ? ഇനി അത് അങ്ങനെയെങ്ങാനും ചെയ്തിട്ട് വേണം അവരക്കാര്യം നാട്ടിൽ മുഴുവൻ പറഞ്ഞു നടക്കാൻ. പിന്നെ നാട്ടുകാർ നമ്മളെന്തോ തെറ്റ് ചെയ്തിട്ട് മറക്കാൻ ശ്രമിക്കുവാണെന്ന് വിചാരിക്കുകയുള്ളൂ. അന്നേരം പരമേശ്വരൻ പറയണേ, കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇത് കൂടുതൽ വഷളാകുകയുള്ളൂ.
പ്രിയങ്ക ഒന്ന് സൂക്ഷിക്കണം. പ്രിയങ്കയുടെ കാര്യത്തിൽ ഒരു കണ്ണു വേണം. പ്രിയങ്ക ഇനി രാധികയുടെ വരണിൻ്റെ അരികിലേക്ക് വിടണ്ട. രാധികയും വരണിനെ ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണം. നമ്മുടെ കുട്ടികൾക്ക് ഒരു അപകടവും പറ്റാൻ പാടില്ല. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ഒന്നിനും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തൽക്കാലം രാധികേനെയും വരുണിനെയും കുറച്ച് നാൾ വിദേശത്തോടെയെങ്കിലും പറഞ്ഞു വിടുക. എന്താണെങ്കിലും സുകുമാരി നമുക്ക് അങ്ങോട്ടേക്കൊന്നും ചെന്ന് അവരുടെ സ്വസ്ഥത കളയാൻ പറ്റില്ലല്ലോ. അതും ആലോചിക്കാവുന്ന കാര്യമാണ്. എന്താണെങ്കിലും വരുണിൻ്റെ അധികം തിരിച്ചെത്തുമ്പോൾ അവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരൊന്നും മുന്നറിയിപ്പെടുക്കാൻ പറയണം. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയ്ക്ക് അരികിലിരുന്ന് പ്രിയങ്കൻ്റെയും വരുണിൻ്റെയും കല്യാണ ആൽബമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഉർവശീനെയും കൽപ്പനേനെയാണ് കേട്ടോ. പ്രിയങ്കെ നോക്കിക്കേ, ഇതെന്താണെന്നറിയോ? നിൻ്റെ വരുണിൻ്റെ വിവാഹ ആൽബമാണ്. നോക്കിക്കേ, വരുണും നീയും വിവാഹം കഴിഞ്ഞ് ആദ്യമായിട്ട് ഇവിടെ വന്നപ്പെടുത്ത ഫോട്ടോയാണ്. ഓർമ്മയില്ലേ നിനക്കിതൊക്കെ? നോക്ക് പ്രിയങ്കെ എന്ന് പറഞ്ഞ് ഉർവശി ഓരോന്നൊക്കെ പറയുവാണ്. നീ ഇരിക്കേണ്ട സ്ഥലത്താണ് ഇപ്പോൾ രാധിക കയറിയിരിക്കുന്നത്. അവൾ നിൻ്റെ ഭർത്താവിനെ തട്ടിയെടുത്തിരിക്കുവാണ്. എന്തിനാ അങ്ങനെ ചെയ്തത്? എന്തിനാണെന്നോ? ഈ കടമംഗലത്തെ മുഴുവൻ സ്വത്തുക്കളും വരുണിൻ്റെ ഭാര്യയായി നിനക്ക് അവകാശപ്പെട്ടതാണ്. ആ സ്വത്തുക്കളൊക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് രാധിക നിന്നെ ഈ അവസ്ഥയിലാക്കിയിട്ട് വരുണിൻ്റെ ഒപ്പം ഇപ്പോൾ സുഖമായിട്ട് ജീവിക്കുന്നത്. നീയെ രാധികയിൽ നിന്നും നിൻ്റെ വരുണിനെ രക്ഷിച്ചെടുക്കണം. എന്നാലേ നിനക്ക് ഈ സ്വത്തുക്കളും എല്ലാം ആസ്വദിക്കാൻ പറ്റുള്ളൂ. വരുൺ നിൻ്റെ ഭർത്താവല്ലേ? അപ്പോൾ രാധികയിൽ നിന്നും നിൻ്റെ ഭർത്താവിനെ നീയല്ലേ രക്ഷിച്ചെടുക്കേണ്ടത്? അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് പ്രിയങ്കയ്ക്ക് ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ രണ്ടുപേരും. അങ്ങനെ ആ ഒരു സീനൊക്കെയാണ് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടുകാർക്കുള്ള സമ്മാനമൊക്കെ ആയിട്ട് തിരിച്ചെത്തുന്ന വരുണിൻ്റെ രാധികനെയാണ് കേട്ടോ. അങ്ങനെ അവർ രണ്ടാളും വരുന്നത് കാണുന്നതും മുത്തശ്ശി വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങുക. രണ്ടാളും യാത്രയൊക്കെ കഴിഞ്ഞെത്തിയോ? ഇവിടെ കുറേ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ മുത്തശ്ശി കാര്യങ്ങളെല്ലാം അവരോടൊന്ന് സൂചിപ്പിക്കുവാണ്. നിയമപ്രകാരം അവളിപ്പോൾ നിൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഓരോ ചൂടും വെക്കാവൂ. പിന്നീട് അവർ രണ്ടാളും അകത്തേക്ക് കയറുവാണ്. അന്നേരം രാധിക കാണുന്നതും പ്രിയങ്ക രാധികയുടെ അരികിലേക്ക് ഓടി വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സമയം അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴായിരിക്കും അവിടെ നിൽക്കുന്ന ഉർവശിനെ അവർ കാണുന്നത്. ഉർവശിയെ കാണുന്നതും വിശ്വസിക്കാനാവാതെ ഞെട്ടലോടുകൂടി നിൽക്കുവാണ് വരുൺ രാധിക. ഇവരെങ്ങനെയാണ് വീണ്ടും അകത്ത് കയറിയത് എന്നുള്ള സംശയത്തിൽ നിൽക്കുവാണ്ടോ രണ്ടാളും. പിന്നീട് കാണിക്കുന്നത് അജിത്തും ഗൗതവും കൂടി ബെഞ്ചമിനെ കാണാൻ വന്നിരിക്കുകയാണ്. ഈ സമയം അജിത്താണെങ്കിൽ ബെഞ്ചമിന് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. വരുണിൻ്റെ അധികം ACP ഓഫീസിൽ പോയിരുന്നു. അവർക്കെതിരെ നടന്ന ആക്രമണത്തെക്കുറിച്ച് വലിയ രീതിയിൽ അന്വേഷണം നടക്കുന്നത്. നീ കുറച്ചും കൂടി സൂക്ഷിക്കണം. അന്നേരം ബെഞ്ചമിൻ പറയണേ, നിയമത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കേണ്ട അവസ്ഥയിലല്ല ഈ ബെഞ്ചമിൻ. എനിക്കറിയാം ആരുടെ കണ്ണുകൾ എവിടെ വെച്ച് മൂടണമെന്ന്. ബെഞ്ചമിൻ്റെ ഈ ഓവർ കോൺഫിഡൻസ് ഒക്കെ കേട്ടിട്ട് പുച്ഛത്തോടെ ഇരിക്കുവാണ് ഗൗതം. പിന്നീട് കാണിക്കുന്നത് രാത്രി അടുക്കളയിൽ നിന്ന് എന്തോ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന രാധികനെയാണ്. ഈ സമയം പ്രിയങ്ക മറഞ്ഞു നിന്ന് രാധികയെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്